ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഒരു വെജ് ഓംപ്ലേറ്റ് അവിടെ രഞ്ജുവൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. രഞ്ജു അതുപോലെ തന്നെ രേഖയും എല്ലാവരും. അപ്പോൾ ഗീതു ആണെങ്കിൽ പറയും പണി തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ രഞ്ജു ആണെങ്കിലും പറയായിരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നായിരുന്നു, അത് വെച്ച് ഞങ്ങളെല്ലാം തയ്യാറാക്കാൻ തുടങ്ങി എന്നുള്ള രീതിക്ക് പറയുമായിരിക്കും. അങ്ങനെ ആ ഒരു വെജ് ഓംപ്ലേറ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഇരിക്കുന്ന സമയത്ത് കാഞ്ചനയെ മാറ്റി നിർത്തി രാധികാമ്മ പറയുമായിരിക്കും ആ വെജ് ഓംപ്ലേറ്റ് അവർ കഴിക്കാൻ പാടില്ല, 3 പേർക്കും കൊതി പിടിച്ചിരിക്കുകയാണല്ലോ, ആ ഒരു പ്ലാന് ഞാൻ പൊളിക്കും, അതിനുവേണ്ടി നീ അവരുണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ കഴിക്കണം. അയ്യപ്പനെയും ആ ഒരു ഡ്രൈവറെ കൂടി വിളിക്കുക, ഞാൻ വരുണിനെയും വിളിക്കുക, എല്ലാവരും കൂടി കഴിച്ച് കഴിയുമ്പോൾ ആ ഒരു ഓംപ്ലേറ്റ് കഴിഞ്ഞിരിക്കണം. എന്നിട്ട് ആ കടലമാവ് നീ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കി, അതിലിനി ഇട്ടവർ കഴിക്കാനുള്ള ഒരെണ്ണം പോലെ അവർക്ക് കിട്ടിപ്പോവരുത് എന്നുള്ള രീതിക്ക് പറയുമായിരിക്കും. ഇതെല്ലാം കേട്ട രഞ്ജു നേരെ കിച്ചണിൽ ചെന്നിട്ട് രേഖയെടുത്ത് പറയുമായിരിക്കും രാധികാമ്മയ്ക്ക് ഇത് കൊണ്ടു കൊടുക്ക്, ഞാൻ അപ്പോഴേക്കും ഇത് ചുട്ടോളാം എന്ന് പറഞ്ഞിട്ട് വേഗം രഞ്ജു അവിടെയുള്ള ഒരു ബാറ്റർ എടുത്ത് കടലമാവിലിട്ട് എടുത്ത് വെക്കുകയായിരിക്കും കേട്ടോ, ബാറ്റർ മിക്സ് ആക്കിയിട്ട്. അങ്ങനെ അവരുടെ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ഞാൻ മാറ്റി വയ്ക്കും എന്നുള്ള രീതിക്ക് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഒളിപ്പിച്ച് വെക്കുന്നത്. അങ്ങനെ വെജ് ഓംപ്ലേറ്റ് കഴിച്ചിട്ട് രാധികാമ്മയാണെങ്കിലും പറയായിരിക്കും ഒരു വസ്തുവിനും കൊള്ളില്ല, ഇതെന്തോന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ പച്ചക്കറി കഷ്ണം കടലമാവിലിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടെന്നൊക്കെ പറയായിരിക്കും. പക്ഷേ പ്രിയ ആണെങ്കിൽ പറയും നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറയായിരിക്കും. എന്നിട്ട് പിന്നെ പ്രിയ കഴിച്ചതിന് ശേഷം കിച്ചണിൽ പോയിട്ട് രഞ്ജുവിൻ്റെ അടുത്ത് പറയും ഇനി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് പോവുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ രഞ്ജു ആണെങ്കിലും പ്രിയേൻ്റെ അടുത്ത് കൊടുത്തിട്ട് നേരെ ചെല്ലുന്നത് ഗീതുവിൻ്റെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് പിന്നെ ഗീതുവിൻ്റെ അടുത്ത് ആ ഒരു വെജ് ഓംപ്ലേറ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും, അവരുടെ പ്ലാനൊക്കെ അമ്മയും കാഞ്ചനയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗീതു ആണെങ്കിലും പറയുമായിരിക്കും അവരുടെ പ്ലാന് എനിക്ക് വെജ് ഓംപ്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാധികാമ്മയും കൊല്ലും, പാഷാണത്തിൽ പുഴുവെന്ന് പറഞ്ഞു കിടക്കുന്ന ആ വരുണേട്ടനെയും ഞാൻ കൊല്ലും എന്നൊക്കെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ വരുണാണെങ്കിൽ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവും. ഇതറിഞ്ഞ് വരുൺ നേരെ ആ ഒരു ബാറ്ററിലേക്ക് അന്ന് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഗീതുവിൻ്റെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ആ ഒരു മരുന്ന് 2 ഉണ്ടായിരുന്നല്ലോ, അതിൽ ഒന്നാണല്ലോ രാധികാമ്മ മാറി കുടിച്ചത്, അതിൽ ബാക്കിയുള്ള ഒരെണ്ണം ഇതിലേക്ക് ചേർത്ത് വെക്കുകയായിരിക്കും. എന്നിട്ട് പറയും എല്ലാവരുടെയും പൂതി അങ്ങോട്ട് മാറട്ടെ എന്ന് പറഞ്ഞ് അതിൽ നല്ല കണക്കിന് മിക്സാക്കി വെക്കുകയായിരിക്കും. എന്നിട്ട് വരുണാണെങ്കിൽ അവിടുന്ന് എല്ലാം മിക്സാക്കി കഴിഞ്ഞ് ബാക്കിൽ കൂടെ തന്നെ ഒളിഞ്ഞു പോകുമായിരിക്കും, ആരും കണ്ടിട്ടും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ എല്ലാവരും വെജ് ഓംപ്ലേറ്റൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പറയും അയ്യോ എല്ലാം തീർന്നു പോയി എന്നുള്ള രീതിക്ക് രേഖയും രഞ്ജുവൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പിന്നെ രഞ്ജു എല്ലാവരും പോയി കഴിയുമ്പോൾ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ആ ഒരു ബാറ്റർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയായിരിക്കും. അപ്പോൾ അതിലിങ്ങനെ വരുൺ ഈ ഒരു പൊടി കലർത്തിയത് ഒന്നും ഇവർ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇനി അവർ കഴിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്.